Hello everyone, welcome to Ammo's lecture room. ഇത് നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷന്റെ 15th പാർട്ട് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ തേർഡ് മൊഡ്യൂൾ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചറിന്റെ 4th പാർട്ടാണ്. തേർഡ് മൊഡ്യൂളിന്റെ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഷെയർസിനെ പറ്റി പഠിച്ചു. ഇക്വിറ്റി ഷെയർസ് എന്താണ്, പ്രിഫറൻസ് ഷെയർസ് എന്താണ്, അതിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസിനെ പറ്റി നമ്മൾ പഠിച്ചു. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ, കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ, ഇർറെഡീമബിൾ പ്രിഫറൻസ് ഷെയർ, ഇങ്ങനെ പല ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസിനെ പറ്റി നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഷെയർ ക്യാപിറ്റലിൻ്റെ കാറ്റഗറീസ് പഠിച്ചു. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, റിസർവ്സ് ക്യാപിറ്റൽ, അങ്ങനെ ഷെയർ ക്യാപിറ്റലിൻ്റെ കാറ്റഗറീസ് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ പബ്ലിക് ഓഫറിനെ പറ്റിയും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിനെ പറ്റിയും പഠിച്ചു. എന്താണ് പബ്ലിക് ഓഫർ, എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, എന്തൊക്കെയാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിനുശേഷം നമ്മൾ പ്രോസ്പെക്ടസിനെ പറ്റിയാണ് പഠിച്ചത്. പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഒരു ഇൻവിറ്റേഷൻ കാർഡ് പോലാണ്. ഒരു പ്രോസ്പെക്ടസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് എന്തൊക്കെയാണ് കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസ് എന്നുള്ളത് അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ കാറ്റഗറീസ്, ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് പ്രോസ്പെക്ടസ് അല്ലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടു. പ്രോസ്പെക്ടസ് ബൈ ഇംപ്ലിക്കേഷൻ, ഡീംഡ് പ്രോസ്പെക്ടസ്, ഷെൽഫ് പ്രോസ്പെക്ടസ്, റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ്, അബ്രിഡ്ജ് പ്രോസ്പെക്ടസ്, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസിനെ പറ്റി നമ്മൾ കണ്ടു. അതിനുശേഷം ഒരു പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായാൽ എന്തൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസസ് എന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു. സിവിൽ ലൈബിലിറ്റീസും ഉണ്ട്, ക്രിമിനൽ ലൈബിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ലൈബിലിറ്റീസ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ കണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിയൂ ഓഫ് പ്രോസ്പെക്ടസ് ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ തേർഡ് മൊഡ്യൂളിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ്. അലോട്ട്മെൻറ്റ് ഈസ് ദ അക്സെപ്റ്റൻസ് ഓഫ് ദ ഓഫർ ബൈ ദ കമ്പനി. ഇപ്പം അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഒരു ഓഫറിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്, സ്വീകരിക്കുന്നതിനാണ് നമ്മൾ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു അലോട്ട്മെന്റ് നടത്തണമെങ്കിൽ കുറേ റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യണം, അല്ലെ കുറേ റിക്വയർമെന്റ്സ്, കുറേ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അലോട്ട്മെന്റ് നടത്താൻ സാധിക്കത്തുള്ളൂ. അപ്പം നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് റിക്വയർമെന്റ്സ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെയാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ. അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ടു ദ പബ്ലിക് ഇൻ റെസ്പോൺസ് ടു എ പബ്ലിക് ഓഫർ can be made only if the company managed to get sufficient subscription to meet the initial requirement of the company. ഇപ്പോൾ ഒരു കമ്പനി അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് പബ്ലിക്കിൽ നിന്നും റൈസ് ചെയ്യാനാണ് തീരുമാനിച്ചത് എങ്കിൽ ആദ്യം അവർ പബ്ലിക് ഓഫർ നടത്തും. ആർക്കൊക്കെയാണ് അവരുടെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് അറിയാൻ വേണ്ടി പബ്ലിക് ഓഫർ നടത്തും. പബ്ലിക് ഓഫർ നടത്തുമ്പം ആ കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ അവർക്ക് താല്പര്യമാണെന്നുള്ള ഒരു കൺസെൻറ്റ് അറിയിക്കും. ആൻഡ് കമ്പനിക്ക് എത്ര രൂപയാണോ ഇനീഷ്യലി റേസ് ചെയ്യേണ്ടത്, ആ റേസ് ചെയ്യേണ്ട അത്രയും ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ആൾക്കാർ താല്പര്യം അറിയിച്ചാൽ മാത്രമേ കമ്പനി അലോട്ട്മെൻറ്റ് നടത്തുള്ളൂ. അതായത് എത്ര രൂപയാണോ കമ്പനിക്ക് ആദ്യം റേസ് ചെയ്യേണ്ടത്, ആ റേസ് ചെയ്യേണ്ട അത്രയും രൂപയുടെ ഷെയർസ് വാങ്ങിക്കാൻ ആൾക്കാർ താല്പര്യം കാണിച്ചാൽ മാത്രമേ കമ്പനി ഷെയർസ് അലോട്ട് ചെയ്യത്തുള്ളൂ. ദ എമൗണ്ട് ടു ബി കളക്റ്റഡ് ആസ് മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് അറൈവ്ഡ് ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് ദ ഇനിഷ്യൽ ക്യാപിറ്റൽ റിക്വയർമെന്റ് ഫോർ ദ ഫങ്ഷനിങ് ഓഫ് ദ കമ്പനി. അപ്പം എത്ര രൂപയാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ ആയിട്ട് വെക്കേണ്ടത്, അതായത് എത്ര രൂപയുടെ മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായാലാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടതെന്ന് കമ്പനി തീരുമാനിക്കുന്നത്. ആദ്യം അവർ ഇനീഷ്യൽ ക്യാപിറ്റൽ റിക്വയർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യും. ആ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇനീഷ്യൽ ക്യാപിറ്റലിലെ മിനിമം സബ്സ്ക്രിപ്ഷൻ എത്രയാണെന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്യുന്നത്. The amount will be mentioned in the prospectus itself. If the minimum subscription is not achieved within a period of 30 days from the date of issue of the prospectus, the amount shall be returned within the specified period. ഇപ്പോൾ ഒരു കമ്പനി ആദ്യം തന്നെ അവരുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ റിക്വയർമെന്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. ആൻഡ് ആ ഇനീഷ്യൽ ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആയിരിക്കും അവരുടെ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആ മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് അവർ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ട് കാണും. അതിന് ഇവർ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് എത്ര പേരാണോ, എത്ര വ്യക്തികളാണോ ഇവരുടെ കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കാൻ താല്പര്യം കാണിക്കുന്നത്, ആൻഡ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടുവാണെങ്കിൽ
പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യും. ഇല്ല എങ്കിൽ, അതായത് കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ അവർക്ക് റീച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതുവരെ വാങ്ങിയ എല്ലാ മണിയും അവർ റീഫണ്ട് ചെയ്യും. ആപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഇതൊന്നുകൂടെ ചുരുക്കി നോക്കുവാണെങ്കിൽ, ഓരോ കമ്പനിയും പബ്ലിക്കിൽ നിന്ന് ക്യാഷ് റേസ് ചെയ്യുന്നതിന് മുന്നേ ഒരു മിനിമം എമൗണ്ട് ഫിക്സ് ചെയ്യും. മിനിമം എത്ര രൂപ എങ്കിലും പബ്ലിക്കിൽ നിന്ന് അവർക്ക് റേസ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളത്. ആൻഡ് ആ മിനിമം എമൗണ്ട് എത്രയാണെന്നുള്ളത് അവരുടെ പ്രോസ്പെക്ടസിൽ സ്പെസിഫൈ ചെയ്യും. പ്രോസ്പെക്ടസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ ആ മിനിമം എമൗണ്ട് എത്രയാണ് അവർ സ്പെസിഫൈ ചെയ്തേക്കുന്നത്, ആ എമൗണ്ടിന് അവരുടെ സെക്യൂരിറ്റീസ് പബ്ലിക്ക് മേടിക്കാൻ റെഡി ആണെങ്കിൽ, അല്ലെങ്കിൽ മിനിമം അത്ര എമൗണ്ട് അവർക്ക് പബ്ലിക്കിൽ നിന്ന് റൈസ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അവർ ഷെയർസ് ഇഷ്യൂ ചെയ്യും. ഇല്ലെങ്കിൽ അവർ ഷെയർസ് ഇഷ്യൂ ചെയ്യത്തില്ല, വാങ്ങിച്ച ആപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്യും. ദിസ് റൂൾ ഈസ് ആപ്ലിക്കബിൾ ഫോർ പബ്ലിക് കമ്പനീസ്. എ പബ്ലിക് കമ്പനി എക്സ്പെക്ട് ടു റേസ് ക്യാപിറ്റൽ ഫ്രം ദ പബ്ലിക്. If this expectation is not met and the public response to the issue of shares is poor, there is no point in permitting the company to start functioning. ഈ ഒരു റൂള് ആപ്ലിക്കബിൾ ആയിട്ട്, അതായത് ഈ മിനിമം സബ്സ്ക്രിപ്ഷന്റെ ഈ ഒരു റൂള് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് പബ്ലിക് കമ്പനീസിന് മാത്രമാണ്. ഇങ്ങനെ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവരാനുള്ള കാരണം എന്നാന്ന് വെച്ചാൽ, ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള പബ്ലിക് കമ്പനീസിന് വേണ്ടിയാണ്. പബ്ലിക് കമ്പനീസ് പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ആൻഡ് ആ ഒരു പബ്ലിക് കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നു. ആ കമ്പനിയുടെ പ്രോസ്പെക്ടസ് കണ്ടിട്ടും പബ്ലിക്കിന് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ താല്പര്യമില്ല എങ്കിൽ അങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പൊ ഈ ഒരു മിനിമം സബ്സ്ക്രിപ്ഷനിൽ ഇതാണ് പറയുന്നത്, ഒരു കമ്പനി അവരുടെ ഷെയർസ് പബ്ലിക്കിന് അലോട്ട് ചെയ്യുന്നതിന് മുന്നേ മിനിമം സബ്സ്ക്രിപ്ഷൻ ഫിക്സ് ചെയ്യണം. ആ മിനിമം സബ്സ്ക്രിപ്ഷൻ നേടിയെടുക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ അവർ ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അടുത്ത റിക്വയർമെന്റ് ആണ് ആപ്ലിക്കേഷൻ മണി. അനദർ റിക്വയർമെന്റ് ഈസ് ദാറ്റ് the amount payable on application on each share shall not be less than 5% of the nominal amount of the share. The application money shall be deposited with an account maintained in the scheduled bank. ഈ സെക്യൂരിറ്റി അലോട്ട്മെന്റിലെ അടുത്തൊരു റിക്വയർമെന്റ് ആണ് ആപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ മണി നമുക്കറിയാം, ഒരു ഷെയറിന് അപ്ലൈ ചെയ്യുമ്പം അടയ്ക്കുന്ന ഒരു മണി, അല്ലെ ഒരു ആദ്യത്തെ സ്റ്റേജിൽ അടയ്ക്കുന്ന ക്യാഷാണ് ആപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത്. ഈ ഒരു റിക്വയർമെന്റിൽ പറയുന്നത് ആപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് ഷെയറിന്റെ നോമിനൽ വാല്യൂവിന്റെ 5% കുറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഷെയറിന്റെ നോമിനൽ വാല്യൂ എത്രയാണോ അതിന്റെ 5% അല്ലെ അതിൽ കൂടുതലോ ആയിരിക്കണം ആപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത്. ആൻഡ് ഓരോ കമ്പനിയും ഈ ആപ്ലിക്കേഷൻ മണി ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഷെഡ്യൂൾഡ് ബാങ്കിൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഷെഡ്യൂൾഡ് ബാങ്കിലുള്ള അക്കൗണ്ടിലാണ് ആപ്ലിക്കേഷൻ മണി ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്. അപ്പം ആപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് ഷെയറിന്റെ നോമിനൽ വാല്യൂവിന്റെ 5% കൂടുതലായിരിക്കണം. ആൻഡ് അത് ഷെഡ്യൂൾഡ് ബാങ്കിൽ വേണം ആ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാൻ. ഇനി അടുത്ത റിക്വയർമെന്റ് ആണ് ഓപ്പണിംഗ് ഓഫ് ദ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ്. ഇഫ് എ കമ്പനി ഹാസ് ഇഷ്യൂഡ് പ്രോസ്പെക്ടസ് ഓഫറിംഗ് ഷെയർസ്, ദ കമ്പനി cannot allot shares at once. The prospectus has to state the date of the opening and closing of the issue. Allotment can be made only as per the schedule given in the prospectus. ഇപ്പോൾ ഒരു കമ്പനി പബ്ലിക്കിന് ഷെയർ ഓഫർ ചെയ്തുകൊണ്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തു, പബ്ലിക് ഷെയർസിന് ആപ്ലിക്കേഷൻ വെച്ചു. ആൻഡ് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് ഒറ്റയടിക്ക്, അല്ലെ അത് ഒറ്റ സ്റ്റേജിൽ കമ്പനിക്ക് ഷെയർസ് എല്ലാം കൂടെ പബ്ലിക്കിന് അലോട്ട് ചെയ്യാൻ പറ്റത്തില്ല. പ്രോസ്പെക്ടസിൽ പറഞ്ഞേക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് മാത്രമേ ഷെയർസ് പബ്ലിക്കിന് അലോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ പ്രോസ്പെക്ടസിൻ്റെ അകത്ത് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം പ്രോസ്പെക്ടസിൽ പറഞ്ഞേക്കുന്ന ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ചായിരിക്കും പബ്ലിക്കിന് ഷെയർസ് കമ്പനി അലോട്ട് ചെയ്യുന്നത്. അടുത്ത റിക്വയർമെന്റ് ആണ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ടു ബി ലിസ്റ്റഡ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. Every company intended to offer share to the public for subscription by the issue of prospectus shall, before such issue, make an application to one or more recognized stock exchange for permission for the listing of its
ഷെയർസ്. അതായത് ഇപ്പോൾ ഒരു കമ്പനി പബ്ലിക്കിന് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഷെയർസ് ഓഫർ ചെയ്യാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ അങ്ങനെ അവർ ചെയ്യുന്നതിന് മുന്നേ അവർ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ വാങ്ങിക്കണം. അതൊന്നോ അതിൽ കൂടുതലോ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ വാങ്ങിക്കണം. അങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനീസ് അവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പബ്ലിക്കിന് ആ ഷെയർസ് ഓഫർ ചെയ്യാൻ കമ്പനിക്ക് സാധിക്കത്തുള്ളൂ. അടുത്ത റിക്വയർമെന്റ് ആണ് റിട്ടേൺ അസ് ടു അലോട്ട്മെന്റ്സ്. വിത്തിൻ 30 days ഓഫ് അലോട്ട്മെന്റ് ഓഫ് ഷെയർ ബൈ എ കമ്പനി, the company shall file with the registrar a return showing the details of the shares allotted, the consideration received, etc. The document is known as return as to allotment. ഒരു കമ്പനി പബ്ലിക്കിന് ഷെയർ അലോട്ട് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറുടെ അടുത്ത് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ആ റിട്ടേണിൻ്റെ അകത്ത് ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസും എത്ര രൂപയാണ് കൺസിഡറേഷൻ റിസീവ് ചെയ്ത് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണണം. അപ്പം ഒരു കമ്പനി പബ്ലിക്കിന് ഷെയർ അലോട്ട് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ ആ ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കൺസിഡറേഷൻ റിസീവ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ വെച്ച് റിട്ടേൺ രജിസ്ട്രാറുടെ അടുത്ത് ഫയൽ ചെയ്തിരിക്കണം. ആ റിട്ടേണിന് പറയുന്ന പേരാണ് റിട്ടേൺ അസ് ടു അലോട്ട്മെന്റ്. അപ്പം ഇതൊക്കെയാണ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റിയുടെ റിക്വയർമെന്റ്സ്. ഒന്നാമത് തന്നെ നമ്മൾ കണ്ടത് മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ കാര്യമാണ്. ഏതൊരു കമ്പനിയും പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് മിനിമം സബ്സ്ക്രിപ്ഷൻ എത്രയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്തിരിക്കണം. പബ്ലിക്കിൽ നിന്ന് ആ മിനിമം സബ്സ്ക്രിപ്ഷനുള്ള ആപ്ലിക്കേഷൻ വന്നെങ്കിൽ മാത്രമേ ഷെയർസ് അലോട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന മണി അവർ റീഫണ്ട് ചെയ്തിരിക്കണം. ദെൻ ആപ്ലിക്കേഷൻ മണിയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പം ഒരു ഷെയറിൻ്റെ നോമിനൽ വാല്യൂ എത്രയാണോ അതിൻ്റെ 5% കുറയാതെ ആയിരിക്കണം ഓരോ ഷെയറിൻ്റെയും ആപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത്. അതിനുശേഷം ഓപ്പണിംഗ് ഓഫ് ദി സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് ഒരു കമ്പനി ഷെയർ പബ്ലിക്കിന് ഓഫർ ചെയ്യുമ്പം അലോട്ട് ചെയ്യുമ്പം ഒറ്റയടിക്ക് ഷെയർ അങ്ങ് അലോട്ട് ചെയ്യുമല്ല, നമ്മുടെ പ്രോസ്പെക്ടസിൽ പറയുന്ന ഷെഡ്യൂൾ അനുസരിച്ചായിരിക്കും ഷെയർസ് പബ്ലിക്കിന് അലോട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പറയുന്നത് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ടു ബി ലിസ്റ്റഡ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ്. ഇപ്പോൾ ഒരു കമ്പനി അവരുടെ ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം. ഒന്നോ അതിലധികമോ കൂടുതൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം പറയുന്നത് റിട്ടേൺ അസ് ടു അലോട്ട്മെന്റിന്റെ കാര്യമാണ്. അതായത് ഏതൊരു കമ്പനിയും പബ്ലിക്കിന് ഷെയർ അലോട്ട് ചെയ്യുവാണെങ്കിൽ അലോട്ട് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറുടെ അടുത്ത് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ആ റിട്ടേണിൻ്റെ അകത്ത് ആ ഷെയറിന്റെ ഡീറ്റെയിൽസും എത്ര രൂപയാണ് കൺസിഡറേഷൻ വാങ്ങിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പം അതൊക്കെയാണ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റിയുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഈ റിക്വയർമെന്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മാത്രമേ ഒരു കമ്പനിക്ക് അവരുടെ ഷെയർസ് പബ്ലിക്കിന് അലോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യാതെ അലോട്ട്മെന്റ് നടത്താൻ പാടില്ല. അടുത്ത ഒന്നാണ് അണ്ടർറൈറ്റിംഗ് കോൺട്രാക്ട്സ്. അണ്ടർറൈറ്റിംഗ് അല്ലെ അണ്ടർറൈറ്റേഴ്സ് ഒക്കെ നമുക്ക് കേട്ട് പരിചയമുള്ള ടേം തന്നെയാണ്. ദ റൂൾ ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ സ്റ്റിപ്പുലേറ്റ് ദാറ്റ് ദ കമ്പനി ഷാൽ നോട്ട് ഇഷ്യൂ ഷെയർസ് അൺലെസ് ഇറ്റ് അച്ചീവ് മിനിമം സബ്സ്ക്രിപ്ഷൻ. നമ്മൾ കുറച്ചു മുന്നേ മിനിമം സബ്സ്ക്രിപ്ഷന്റെ കാര്യം കണ്ടു. അതായത് ഓരോ കമ്പനിയും ആദ്യം തന്നെ മിനിമം സബ്സ്ക്രിപ്ഷൻ ഫിക്സ് ചെയ്യും. ആ മിനിമം സബ്സ്ക്രിപ്ഷൻ എത്രയാണെന്നുള്ള അവരുടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കും. മിനിമം സബ്സ്ക്രിപ്ഷൻ റീച്ച് ചെയ്തെങ്കിൽ മാത്രമേ കമ്പനീസ് അവരുടെ ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. ദിസ് റൂൾ മേ സംടൈം ലെഡ് ടു situation where the entire attempt to issue shares fail because of the poor response on the part of the public. അപ്പം ഇങ്ങനെ ഒരു മിനിമം സബ്സ്ക്രിപ്ഷനൊക്കെ ഫിക്സ് ചെയ്ത് മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ വന്നാൽ ചില സമയങ്ങളിൽ കമ്പനിയുടെ ഈ ഒരു ഷെയർ ഇഷ്യൂ ചെയ്ത് ക്യാഷ് റേസ് ചെയ്യാന്നുള്ള ഐഡിയ തന്നെ ഫ്ലോപ്പ് ആയി പോകും. കാരണം മിനിമം സബ്സ്ക്രിപ്ഷൻ എത്തിയില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല, ഫണ്ട് റേസ് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരും. ടു പ്രിവെന്റ് സച്ച് എ മിസ്ഹാപ്പ് ആൻഡ് underwriting contract may be entered between company and an individual, a firm or an institution known as underwriter. The underwriter agrees to take up the whole or part of the shares may not be subscribed by the public in consideration for a commission. This agreement is in the nature of an insurance against risk. അപ്പം മിനിമം സബ്സ്ക്രിപ്ഷൻ എത്താതെ ഷെയർസിന്റെ ഇഷ്യൂ നടക്കാതെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ അല്ലെ അങ്ങനെ ഒരു സിറ്റുവേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്ട്സ് വന്നേക്കുന്നത്. അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലെങ്കിൽ അതൊരു ഫേമാണ്. അവര് കമ്പനിയായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും. സപ്പോസ് പബ്ലിക്കിൽ നിന്നും മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായില്ലെങ്കിൽ ഇവർ കമ്പനിയുടെ ഷെയർസ്
സബ്സ്ക്രൈബ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്നത് പോലെ തന്നെയാണ്, റിസ്കിനെതിരെ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന പോലെ തന്നെയാണ് കമ്പനീസ് അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പം അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഫേം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർ കമ്പനിയായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും. സപ്പോസ് പബ്ലിക് കമ്പനിയുടെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തില്ല, അല്ലെ അവിടെ മിനിമം സബ്സ്ക്രിപ്ഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ അണ്ടർ റൈറ്റേഴ്സ് കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്തോളാം, സബ്സ്ക്രൈബ് ചെയ്തോളാം. അതിനവർക്ക് പ്രതിഫലമുണ്ട്, അതിനൊരു കമ്മീഷൻ അവർ പ്രതിഫലമായിട്ട് വാങ്ങിക്കുകയും ചെയ്യും. ആ ഒരു കോൺട്രാക്റ്റിനാണ് നമ്മൾ അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. There are few conditions regarding payment of consideration in the form of commission. നമ്മളിപ്പോൾ കണ്ടു ഈ അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കുന്ന കൺസിഡറേഷൻ കമ്മീഷനാണ്. അപ്പോൾ അവർക്ക് കമ്മീഷൻ കൊടുക്കുന്നതിന് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ദ പേയ്മെന്റ് ഷുഡ് ബി പെർമിറ്റഡ് ബൈ ദ ആർട്ടിക്കിൾ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കുന്ന കമ്മീഷനെ പറ്റി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ റേറ്റ് ഷാൽ നോട്ട് എക്സീഡ് 5% ഓഫ് ദ പ്രൈസ് അറ്റ് വിച്ച് ഷെയർസ് ആർ ഇഷ്യൂഡ് ഓർ ദ റേറ്റ് ഓതറൈസ്ഡ് ബൈ ദ ആർട്ടിക്കിൾ വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ ഈ അണ്ടർ റൈറ്റേഴ്സിന് കമ്മീഷൻ കൊടുക്കുമ്പം ഒന്നെങ്കിൽ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന പ്രൈസ്, ആർട്ടിക്കിളിൽ എത്ര രൂപയാണോ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ആ എമൗണ്ട്, അല്ലെങ്കിൽ ഷെയറിൻ്റെ ഇഷ്യൂ പ്രൈസ് എത്രയാണോ അതിൽ 5% താഴെ, അതായത് ഷെയർ പ്രൈസിൻ്റെ 5% കൂടാത്ത ഒരു എമൗണ്ട്. ഇതിൽ രണ്ടിൽ ഏത് എമൗണ്ട് ആണോ കമ്പയർ ചെയ്യുമ്പോൾ ചെറുത്, അതായത് ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ആണോ അതോ ഈ ഷെയർ ഇഷ്യൂവിൻ്റെ 5% കുറഞ്ഞ പ്രൈസ് ആണോ, ഇതിലേതാണോ ചെറിയ എമൗണ്ട് അതാണ് അണ്ടർ റൈറ്റേഴ്സിന് കമ്മീഷനായിട്ട് കൊടുക്കേണ്ടത്. മോറോവർ ദ റേറ്റ് ടു ബി പെയ്ഡ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. ഇത് കൂടാതെ എത്ര രൂപയാണോ കമ്മീഷനായിട്ട് അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കുന്നത് ആ കൊടുക്കുന്നതിൻ്റെ എമൗണ്ട് പ്രോസ്പെക്ടസിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ദ ആക്ട് ഓൾസോ റിക്വയർസ് ദാറ്റ് എ കോപ്പി ഓഫ് ദ കോൺട്രാക്ട് ഓൺ അണ്ടർ റൈറ്റിംഗ് ഷുഡ് ബി ഗിവൺ ടു ദ രജിസ്ട്രാർ അലോങ് വിത്ത് ദ പ്രോസ്പെക്ടസ്. കമ്പനീസ് ആക്ടിൽ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി അണ്ടർ റൈറ്റേഴ്സുമായിട്ട് അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ കോൺട്രാക്റ്റിൻ്റെ ഡീറ്റെയിൽസും രജിസ്ട്രാറുടെ അടുത്ത് ഫയൽ ചെയ്തിരിക്കണം. പ്രോസ്പെക്ടസ് രജിസ്ട്രാറുടെ അടുത്ത് ഫയൽ ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ അണ്ടർ റൈറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസും രജിസ്ട്രാറുടെ അടുത്ത് ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ എത്രയാണ് അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്റ്റിൽ പറയുന്നത്? അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് കമ്പനിയും അണ്ടർ റൈറ്റേഴ്സും തമ്മിലൊരു കോൺട്രാക്റ്റ് ആണ്. ഇപ്പോൾ സപ്പോസ് ഒരു കമ്പനിയുടെ ഷെയർസ് മിനിമം സബ്സ്ക്രിപ്ഷൻ നടന്നില്ല എങ്കിൽ എത്ര ഷെയർസ് ആണോ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ മിച്ചമുള്ളത് ആ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തോളാന്ന് പറഞ്ഞ് അണ്ടർ റൈറ്റേഴ്സ് കമ്പനിയായിട്ട് ഏർപ്പെടുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇങ്ങനൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പം അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് കമ്മീഷനാണ്. ആ കമ്മീഷൻ്റെ ഡീറ്റെയിൽസ് പ്രോസ്പെക്ടസിൻ്റെ അകത്തും ആർട്ടിക്കിൾസിൻ്റെ അകത്തും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒന്നെങ്കിൽ ആ ഷെയറിൻ്റെ ഇഷ്യൂ പ്രൈസിൻ്റെ 5% കുറയാത്തൊരു എമൗണ്ട്, അല്ലെങ്കിൽ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട്, ഇതായിരിക്കും ഇവർക്ക് കിട്ടുന്ന കമ്മീഷൻ. ഇതിൽ രണ്ടിൽ ഏത് എമൗണ്ട് ആണോ കുറവ്, ലെസ്, അതായിരിക്കും അവർക്ക് കിട്ടുന്ന കമ്മീഷൻ. ആൻഡ് ഈ അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്റ്റിൻ്റെ ഡീറ്റെയിൽസും രജിസ്ട്രാറുടെ അടുത്ത് ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോയും നിങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയി ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്